ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ കഷ്ടപ്പെട്ടിട്ട് ഒരു PDF ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, കുറേ ടൈമൊക്കെ ഇരുന്നിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് PDF ഫയലിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക അതിൽ പേജ് നമ്പർ ഇട്ടിട്ടില്ല. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കമ്പ്യൂട്ടർ എടുത്തിട്ട് ആദ്യം എവിടെ നിന്നാണോ ചെയ്തത് അതിൽ പേജ് നമ്പർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള PDF ഫയലിലോട്ട് തന്നെ പേജ് നമ്പർ ആഡ് ചെയ്യാവുന്നതാണ്. അതും വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു ബ്രൗസർ മതി. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ilovepdf എന്നുള്ളത് സെർച്ച് ചെയ്യുക. അത് സെർച്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കാണാൻ പറ്റും, www.ilovepdf.com. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ പേജ് നമ്പേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെലക്ട് PDF ഫയൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ വരുന്നതായിരിക്കും. ഇതിൽ ഫയൽസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഫയൽസ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലോട്ട് പോകുന്നതായിരിക്കും. ഇതിൽ നമുക്ക് ആവശ്യമുള്ള PDF ഫയൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഫോണിൽ ഡമ്മി മെർജ്ഡ് എന്നുള്ള ഒരു ഫയലുണ്ട്. അപ്പം അത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ഒരു ഫയലിൽ എവിടെയും പേജ് നമ്പറും കാര്യങ്ങളൊന്നുമില്ല, മുകളിലും താഴെയും ഒന്നും പേജ് നമ്പർ കൊടുത്തിട്ടില്ല. ഇപ്പം ഇതിലോട്ടാണ് എനിക്ക് ഈ ഒരു പേജ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അപ്പം ഡമ്മി മെർജ്ഡ് എന്നുള്ളതാണ് ഫയൽ നെയിം. ഇപ്പം ഞാൻ വീണ്ടും ആ ഒരു ബ്രൗസറിൽ പോയിട്ട് ആ ഒരു ഫയൽ സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ ഇതാണ് ആ ഒരു ഫയൽ. ഞാൻ ആ ഒരു ഫയൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാണ്. ആ ഒരു ഫയൽ സെലക്ട് ചെയ്താൽ ഇതുപോലുള്ള ഒരു പേജ് വരുന്നതായിരിക്കും. ഇപ്പം ഇവിടെ നമുക്ക് സൈഡിൽ സെറ്റിങ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം പേജ് നമ്പർ എവിടെയാണ് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ അത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മുകളിലാണെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കാം, അല്ല താഴെയാണെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. ഞാൻ താഴെ സെൻറ്ററിലാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ പൊസിഷൻ നമുക്ക് കുറേ മുകളിലാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല താഴെ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. എന്തായാലും ഞാൻ റെക്കമെൻഡഡ് ആണ് കൊടുക്കുന്നത്. പിന്നെ ഫസ്റ്റ് പേജ് നമ്പർ എത്രയാണ് വേണ്ടത് എന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഒന്ന് തന്നെ കൊടുക്കണമെന്നില്ല, നമുക്ക് 2, 3, 4 എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എന്തായാലും ഒന്ന് തന്നെ കൊടുക്കുകയാണ്. ഇപ്പം ഇവിടെ 1 to 4 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, കാരണം 4 പേജാണ് ഇതിലുള്ളത്. ഇനി ഏത് ടൈപ്പിലാണ് നമുക്ക് ആ ഒരു പേജ് നമ്പർ കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇനി കസ്റ്റം വേണമെങ്കിൽ അതും നമുക്ക് കൊടുക്കാവുന്നതാണ്. എന്തായാലും ഞാൻ ഇവിടെ റെക്കമെൻഡഡ് എന്നുള്ളത് കൊടുക്കുകയാണ്. ഇനി അണ്ടർലൈൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ല ഇറ്റാലിക്സിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഫോണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ താഴെ ആഡ് പേജ് നമ്പർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഡൗൺലോഡ് PDF നമ്പേർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ആ ഒരു ഫയൽ കാണാൻ പറ്റും. ആ ഒരു ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഇപ്പം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോരോ പേജിലും നമ്പർ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും 1 താഴെ കൊടുത്തിട്ടുണ്ട്, 2, 3, 4 എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു PDF ഫയലിലോട്ട് പേജ് നമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.